ഒരു നിമിഷം മുട്ടുമേലായിരിക്കാം. ദിവികാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ ദൈവം നമുക്കായി പ്രവർത്തിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടും സ്നേഹത്തോടും ഈശോയുടെ സാന്നിധ്യം അംഗീകരിച്ചും ഏറ്റുപറഞ്ഞും ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യൽത്താരയിൽ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളി വരുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലേക്കും ഈശോയെ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ഈശോയേ, ആരാധന എൻ്റെ കർത്താവേ, ആരാധന ആമേൻ. ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ നിന്നെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ്. സ്നേഹത്തിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന കർത്താവ്. സ്നേഹത്തോടെ നിന്നെ കരുതുന്ന കർത്താവ്. മോളെ, നിന്റെ സങ്കടങ്ങൾ, മോനെ, നിന്റെ വേദനകൾ അറിയുന്ന കർത്താവ്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളുമെല്ലാം അറിയുന്നവനായ കർത്താവ് യൽത്താരയിലുണ്ട്. ഈ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈശോയാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച ഈ കർത്താവിനെയാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ആരാധിക്കുന്നത്. അതേ സ്നേഹത്തോടെ, അതേ വിശ്വാസത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുമേലായിരുന്നോ ഇരുന്നോ ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അവസ്ഥ അനുവദിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു കൊള്ളുക. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഒരുമിച്ച്
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണത്. ദൈവത്തിൻ്റെ അതിശക്തമായ കൃപയും അഭിഷേകവും നമ്മളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. നമ്മൾ ചെയ്യേണ്ടതൊന്ന് മാത്രം, വിശ്വാസത്തോടെ കർത്താവിനെ നോക്കുക, അവിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുക, വിശ്വാസത്തോടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. ബാക്കിയെല്ലാം ദൈവം ചെയ്യും. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 6:33 നമ്മൾ വായിക്കുന്നില്ലേ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം തമ്പുരാൻ കൂട്ടിച്ചേർത്ത് തരും. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതില്ലേ? നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതായിട്ടില്ലേ? അതിനൊരു ശമനം കിട്ടാൻ, ആ വേദനയ്ക്ക് ഒരു ശമനം കിട്ടാൻ, ആ സങ്കടത്തിന് ഒരു ശമനം കിട്ടാൻ, ഈ ദുരിതത്തിൽ നിന്ന് പുറത്തു വരാൻ, ഈ സങ്കടത്തിൽ നിന്ന് പുറത്തു വരാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതില്ലേ? സങ്കീർത്തനം 119 അതിൻ്റെ 50-ാമത്തെ വചനത്തിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എനിക്ക് ആശ്വാസം. സങ്കീർത്തകൻ പറയാണ്, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എനിക്ക് ആശ്വാസം. എൻ്റെ ദുരിതങ്ങളിലുള്ള ആശ്വാസം, എൻ്റെ വേദനകളിലും എൻ്റെ സങ്കടങ്ങളിലുള്ള ആശ്വാസം എൻ്റെ കർത്താവ് വാഗ്ദാനം ചെയ്ത ജീവൻ എനിക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇതാ നിത്യജീവന്റെ അപ്പം ഈ അൽത്താരയിൽ. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമായി ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ജീവിക്കുന്നവനായ കർത്താവ് ഈ അൽത്താരയിൽ. നിന്റെ ദുരിതങ്ങളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ സങ്കടങ്ങളിൽ നിനക്ക് ആശ്വാസം തരാൻ ഈ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അത് നിനക്ക് ജീവൻ തരുമെന്നല്ലേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ജീവൻ തരും, വിശ്വസിക്കുക. ജീവൻ അറ്റുപോയ സകല മേഖലകളിലും ജീവൻ തരാൻ കർത്താവിൻ്റെ വാഗ്ദാനത്തിന് പറ്റും. അവന്റെ വചനത്തിന് സാധ്യമാണ്, അവന്റെ സ്നേഹത്തിനും അവന്റെ കാരുണ്യത്തിനും സാധ്യമാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരാൻ ഈ കർത്താവിന് പറ്റും. മോനെ, നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് നമുക്ക് തിരിച്ചു തരുന്ന നിമിഷങ്ങളായി ഈ ആരാധന നിമിഷങ്ങൾ മാറട്ടെ. തമ്പുരാന്റെ വലിയ കരുണ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്കുക, സ്നേഹത്തോടെ കർത്താവിനോട് അപേക്ഷിക്കുക. കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എത്രമാത്രം നിങ്ങളെ അലട്ടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും സഹനത്തിൻ്റെയും നടുവിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നീ ദൈവത്തെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ, ഹൃദയം നുറങ്ങിയ കർത്താവിനെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ, ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് വചനത്തിൽ പറഞ്ഞില്ലേ? മോനെ, നീ വിശ്വസിക്ക്. ഹൃദയ പരമാർത്ഥതയോടെ നീ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച്, കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ടേ. എന്നിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം കർത്താവിന് മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏതാനും നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇതാ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ലോകമെമ്പാടും വരുന്ന ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളോടും ചേർന്ന് ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങൾ പങ്കുവെക്കാനുണ്ട്. കർത്താവേ, ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇതാ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, ഹൃദയം നുറങ്ങിയ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കണ്ണുനീരോടെ കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ കണ്ട് ഭാരപ്പെടുന്ന ജീവിതത്തിന് അനുഭവം പേറുന്നവര് ഇതിനകത്തുണ്ട്. ഈശോയെ, നീ സ്പർശിക്കണമേ. കർത്താവ്, നീ തൊടണമേ. ഈശോയെ, നിന്നെ അനുഗ്രഹിക്കുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കരങ്ങളടിച്ച് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഇരുകരങ്ങളും ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, എൻ്റെ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, രോഗാവസ്ഥകളുടെ നടുവിലാണ് ഞങ്ങളുടെ ജീവിതം, സാമ്പത്തിക ബാധ്യതകളുടെ നടുവിലാണ് ഞങ്ങളുടെ ജീവിതം. കർത്താവേ, കുടുംബ ബന്ധങ്ങളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥതകൾ, ഞെരുക്കങ്ങളുണ്ട്, വല്ലാത്ത പ്രതികൂലങ്ങൾ കർത്താവെ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിപ്പുണ്ട്. കർത്താവെ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ നടുവിലും ഞെരുക്കങ്ങളുടെ നടുവിലാണ് തമ്പുരാനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേലും കർത്താവ് ഇപ്പോൾ നിന്റെ വലത് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ, നിന്റെ അഭിഷേകം ചെയ്യുന്ന കരം നീട്ടണമേ. മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾക്ക് ബലം നൽകണമേ. ജീവിതമല്ലാതെ തകർന്നിരിക്കുന്ന മക്കളെ തമ്പുരാനെ നീ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും പരാജയങ്ങളുടെയും നടുവിലിരുന്ന് ദൈവമേ എന്ന് വിളിക്കുന്ന മക്കളെ കർത്താവെ നീ കാണാതെ പോകരുതേ, ഈശോയെ നീ സ്പർശിക്കാതെ പറഞ്ഞയക്കരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന ആരാധന. കരങ്ങളടിച്ചു പാടാം. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, വാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, വാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ ദിവ്യകാരണത്തിലേക്ക് നോക്കി തന്നെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബമായി കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിക്കുക. അസമാധാനമുള്ള കുടുംബത്തിൻ്റെ അവസ്ഥയാണോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ കർത്താവിന് കൊടുക്കുക. ഭിന്നത കലഹത്തോടു കൂടിയാണ് കുടുംബജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടോ, ആ വിഷയങ്ങളെ കർത്താവിന് കൊടുക്കുക. മക്കളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുകയാ, സങ്കടപ്പെടുന്ന അവസ്ഥയാണോ, മക്കളുടെ പഠനം, അവരുടെ ഭാവി ജീവിതം, വിവാഹം, അവരുടെ വിദേശ യാത്രകൾ, അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒത്തിരി വല്ലാതെ സങ്കടപ്പെടുന്ന അവസ്ഥയുണ്ടോ, ആ വിഷയങ്ങളെല്ലാം ഈശോ കൊടുക്കുക. മോളെ,
ഇത് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം എല്ലാം മറന്ന് നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വർഗീയ സാന്നിധ്യത്തിലായിരുന്ന് ഇതാ നിത്യജീവന്റെ അപ്പം, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, ജീവിക്കുന്നവനായ ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. നിശ്ചയമായും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. കർത്താവ് തരുന്ന വലിയ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ധ്വനിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഗനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഗനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ നിന്നെ ഞങ്ങൾ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം, അവിടുത്തെ വാഗ്ദത്തങ്ങൾ നമുക്ക് ജീവൻ നൽകുന്നുവെന്ന നമ്മൾ വായിച്ചു കേട്ടത്. ഇതാ അസ്ഥികളുടെ താഴ്വരയിലേക്ക് എസെക്കിയേൽ പ്രവാചകനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. അസ്ഥികളുടെ താഴ്വരയാണ്. ആ താഴ്വാരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ പറയുന്ന വചനങ്ങൾ നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ജീവനില്ലാതെ അസ്ഥികൾ മാത്രമായിട്ട് കിടക്കുന്ന അസ്ഥികളുടെ താഴ്വരയിലാണ് പ്രവാചകൻ നിൽക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞതുപോലെ അവൻ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. ഇതാ ദൈവമായ കർത്താവ് അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചുപിടിപ്പിക്കും, മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് പറഞ്ഞതുപോലെ ഈ അസ്ഥികളെ നോക്കിയിട്ട് പ്രവചിച്ചു. അതായത് ജീവനില്ലാതെ അസ്ഥികളെ നോക്കിയിട്ട് പ്രവചിച്ചു. എന്തായിരുന്നു പ്രവചനം? ജീവൻ പ്രാപിക്കൂ എന്നുള്ളതാണ് പ്രവചനം. മക്കളെ, ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ നീ? ഇതാ നിന്റെ ജീവിതം ഇതുപോലെ ഒരസ്ഥികളുടെ താഴ്വരയിലായിരിക്കാം. വചനത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവര് പരിത്യക്തരായിരുന്നവരായിരുന്നു, അവര് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായിരുന്നു, അവരുടെ അസ്ഥികൾ വരണ്ടിരുന്നു. ഈ അനുഭവത്തിന്റെ നടുവിലാണ് ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ കർത്താവ് പറയാണ്, പ്രവചിക്ക്,
ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഈ പറയുന്ന അസ്ഥികളുടെ താഴ്വര. അവരോടാണ് എസെക്കിയേൽ പ്രവാചകനോട് പ്രവചിക്കാൻ പറഞ്ഞത്. ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, മനസ്സ് മരവിച്ച അവസ്ഥ, പ്രതീക്ഷ അറ്റുപോയ അവസ്ഥ, പരിത്യക്തരായിരിക്കുന്നു എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ അവസ്ഥകള്, ആരുമില്ല എന്നുള്ള തോന്നലുകള്, അങ്ങനെ നിരാശയിലും കുറ്റബോധത്തിലും ജീവിതത്തിന്റെ പരാജയത്തിലും അശുദ്ധിയിലൊക്കെ വീണുപോയ ഒരു ജനത്തെ നോക്കി കർത്താവ് പ്രവചിക്കാൻ പറഞ്ഞു. ഇതാ എസെക്കിയേൽ പ്രവാചകൻ താഴ്വരയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞത് പറഞ്ഞു. അസ്ഥികളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകട്ടെ, മാംസമുണ്ടാകട്ടെ, ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെടട്ടെ, ചർമ്മങ്ങൾ പൊതിഞ്ഞു പിടിക്കട്ടെ. ഒരു കിരികിരാ ശബ്ദത്തോടെ വചനം പറയാണ്, അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അവയ്ക്ക് മാംസമുണ്ടായി, ഞരമ്പുകളുണ്ടായി. കർത്താവ് വീണ്ടും എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, അതിലേക്ക് ജീവപ്രാണൻ, ജീവശ്വാസം പ്രവചിക്കാൻ പറഞ്ഞു. പ്രവാചകൻ പ്രവചിച്ചപ്പോ അത് ജീവനുള്ളതായിട്ട് മാറി. മോനെ, ഇത് നമ്മുടെ ഊഴമാണ്. ഈ ആരാധനയുടെ നിമിഷം ഇത് നമ്മുടെ ഊഴമാണ്. നമ്മൾ നമ്മോട് നോക്കി പ്രവചിക്കേണ്ട ചില ദൈവസ്വരങ്ങളുണ്ട്. നമ്മോട് നോക്കി നമ്മൾ പ്രവചിക്കണം. എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ അസ്ഥികളെ നോക്കി അതുപോലെ വല്ലാതെ തകർന്നും ഭാരപ്പെട്ടും പ്രതീക്ഷ അറ്റും സ്വപ്നങ്ങൾ തകർന്നും ഒക്കെ ആയിരിക്കുന്ന അവസ്ഥകളുണ്ട്. നീ നിന്നോട് തന്നെ പ്രവചിക്കേ. എന്തു പറയണം? ഇതാ ഞാൻ ജീവൻ പ്രാപിക്കാൻ പോകുന്നു. ഞാനിങ്ങനെ കിടക്കേണ്ടവനല്ല, ഞാനിങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിക്കേണ്ടവളല്ല, കുറ്റബോധത്തിൽ കഴിയേണ്ടവളല്ല, നിരാശയിലും ആകുലതയിലും ഈ ജീവിതം തീർക്കേണ്ടവനും അവസാനിപ്പിക്കേണ്ടവളുമല്ല ഞാനെന്ന് ഇതാ നീ നിന്നോട് പ്രവചിക്കാൻ പോവാ. എനിക്കൊരു ദൈവമുണ്ടെന്ന് പറ. ഞാൻ തോറ്റുപോയിട്ടില്ലെന്ന് പറ. ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്ന് പറ. ഇതാ ഈ രോഗാവസ്ഥകളുടെ നടുവില് എനിക്ക് കർത്താവ് സൗഖ്യം തരുമെന്ന് പറ. മോളെ, നീ നിന്നോട് പ്രവചിക്ക്. മോനെ, നീ നിന്നോട് പ്രവചിക്ക്. മോനെ, നിന്റെ സങ്കടങ്ങളെ നോക്കി നീ പ്രവചിക്ക്. ഈ ദുഃഖത്തിലും ഈ സങ്കടത്തിലും കിടക്കേണ്ടവനല്ല ഞാനെന്ന് നീ നിന്നോട് പറ. പ്രവചിക്ക്. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടായതുപോലെ നീ കർത്താവിന്റെ സ്വരം നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്ക്. ഏത് തകർന്ന അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നത്, ആ അവസ്ഥകളെ നോക്കിയിട്ട് കർത്താവിന്റെ സ്വരം നീ പ്രവചിക്കട്ടെ. ജീവനുണ്ടാകും. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്നല്ലേ ഈശോ പറഞ്ഞത്. അതുകൊണ്ട് നീ വിശ്വസിക്കുക. നിന്റെ കുടുംബത്തെ നോക്കി പ്രവചിക്കുക, നിന്റെ മക്കളെ നോക്കി പ്രവചിക്കുക, നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ നോക്കി പ്രവചിക്കുക, നിന്റെ ബിസിനസ് മേഖലകളെ നോക്കി പ്രവചിക്കുക, നിന്റെ പരാജയപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി പ്രവചിക്കുക, നിന്റെ ഭാവിയെ നോക്കിയിട്ട് മോളെ നീ പ്രവചിക്കുക. എന്റെ കർത്താവ് എനിക്കിത് തരുമെന്ന് പറ. എന്റെ ഈശോ എനിക്ക് എല്ലാത്തിനും മതിയായവനാണ്. എന്റെ കർത്താവ് ഇത് എന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന് പറ. വിശ്വാസത്തോടെ പറ. അസ്ഥികൾക്ക് ജീവൻ നൽകിയവനല്ലേ നമ്മുടെ കർത്താവ്? അസ്ഥികൾക്ക് ജീവൻ നൽകിയവനല്ലേ? സമാനമായ അസ്ഥികളുടെ താഴ്വരയിലായിരിക്കുന്ന നിന്റെ ഭവനം, നിന്റെ ജീവിതം ഇതാ കർത്താവ് ജീവൻ നൽകി തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന സമയമാണ്. മാരകരോഗത്തിന്റെയും മാറാരോഗത്തിന്റെയും നടുവിലും അതിന്റെ വല്ലാത്ത ഭാരത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും ഭയത്തിലൊക്കെ കഴിയുന്ന മകളെ, മകനെ, നീ നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്ക്. ലാസറിനെ കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഇതാ എന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നുവെന്ന് നീ നിന്നോട് നോക്കി പറ. ഈ രോഗത്തിന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് നീ നിന്നോട് പറ. ഈ പ്രതിസന്ധിക്ക് എന്നെ തകർക്കാൻ പറ്റില്ലെന്ന് നീ പറ. ഈ ജീവിതത്തിന്റെ ദുരനുഭവത്തിന് എന്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് നീ നിന്നെ നോക്കി പറ. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കും നിന്റെ മനസ്സിന്റെ ഭാരത്തിലേക്കും നിന്റെ ആത്മഹത്യാ പ്രവണതകളിലേക്കെല്ലാം നീ നോക്കിയിട്ട് നീ പ്രവചിക്കുക. നീ ജീവിക്കുമെന്ന് പറ. എന്റെ കർത്താവ് എനിക്ക് ജീവൻ തരും, അത് സമൃദ്ധമായി തരുമെന്ന് പറ. ആ വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കാവോ? കരങ്ങൾ രണ്ട് തുറന്നു പിടിച്ച എല്ലാ മക്കളും ദിവ്യാനത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം കൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്
ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കുന്നു. ഇവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രവചിക്കുന്നു. ഇവിടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് പ്രവചിക്കുന്നു. ഇവിടെ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഇവർ ജീവനോടെ പുറത്തു വരുമെന്ന് നിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറുമെന്ന് പ്രവചിക്കുന്നു. സംഭവിക്കട്ടെ, കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ആമേൻ. നീ ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ സൈന്യത്തെ ഞാൻ കാണുന്നു. ആമേൻ. അധികാരം പകരണമേ. നീ ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ. കരങ്ങളടിച്ച് നാവായി പതിയണമേ. വിശ്വാസത്തോടെ പാടിക്കേ. വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ മക്കളെ പ്രവചനങ്ങൾ ഏറ്റെടുക്ക്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വചനം നീ പ്രവചിക്ക്, പ്രവചിക്ക്. എന്റെ കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധ്യമാണെന്ന് പ്രവചിക്ക്. എന്റെ രോഗം അവന്റെ പരിശുദ്ധ രക്തത്താൽ സൗഖ്യമുണ്ട് എന്ന് നീ പറ, പറ, പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മനസ്സിന്റെ വേദനകള്, മനസ്സിന്റെ സങ്കടങ്ങള്, മനസ്സിന്റെ നിരാശകള്, ആകുലതകള് എല്ലാം അഴിഞ്ഞു പോകട്ടെ. ഈ ദിവസം മുഴുവനും കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങളോട് തന്നെ പ്രവചിക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുമേലായിരിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ഇതാ ദിവ്യകാരുണ്യ ഈശോ മക്കളെ നമ്മൾ ആശീർവദിക്കാൻ പോവാ, അനുഗ്രഹിക്കാൻ പോവാ. ഈ ദിവസക്കാലം മുഴുവൻ ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇത് വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കും. ഇത് നിന്നോട് തന്നെ പറയണം. നിന്നോട് തന്നെയാണ് നീ പ്രവചിക്കേണ്ടത്. എൻ്റെ കർത്താവ് ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വരും, എന്നെ സഹായിക്കും. ആ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്തി സ്വലോകറാണി, മാലാകമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം, കന്യേ മഹത്വം നിറഞ്ഞ ധന്യേ മനോഹരിതായേ, ആമോദമാർന്നു നീ നൽക രക്ഷാസുതത്തിനുറവ.